ഓരോ കായിക മേളയിലും നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മളെ കടന്നു പോകുന്ന ചില മുഖങ്ങളുണ്ട്. അവർക്ക് പറയാൻ നിറയെ കഥകളും അനുഭവങ്ങളും ഉണ്ടാകും. ജയത്തിന്റെയും തോൽവിയുടെയും ആകാംക്ഷയുടെയും ആശങ്കയുടെയും ഭാവങ്ങൾ ആ മുഖങ്ങളിൽ മിന്നിമായുന്നത് കണ്ണടച്ച് തുറക്കുന്ന നിമിഷം കൊണ്ടാണ്. ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയാണ്. ശ്വാസനിശ്വാസങ്ങളുടെ ഇടവേള ചുരുങ്ങി വന്നു. മനസ്സിലൂടെ മിന്നിമായുന്ന 100,000 ചിത്രങ്ങൾക്കിടയിൽ ഒന്നുമാത്രം ജ്വലിച്ചു നിന്നു. ഇന്നോളം കണ്ട കിനാവുകളെല്ലാം കാച്ചിയൊരുക്കി നെഞ്ചിൽ ചേർത്ത് വെക്കാൻ കൊതിച്ച ആ ഇത്തിരി പൊന്ന്. ആ മെഡലിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. പക്ഷേ സഞ്ചരിക്കേണ്ടതോ ദുർഘടമായ പാതയിലൂടെയും. ചില മുഖങ്ങളിൽ ഭയമാണ്, ചിലരിൽ ആശങ്കയും. ഈ ജയം തന്റേതെന്ന് നെഞ്ചിൽ കുറിച്ച് ഉറച്ച മനസ്സോടെ മറ്റു ചിലർ. ഒരുക്കങ്ങൾ പൊടിപൊടിക്കുമ്പോഴും മനസ്സിൽ പ്രാർത്ഥനയാണ്. ഇതുവരെയുള്ള തന്റെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കണേ എന്ന്. ഒരു ഹാർട്ട് ബീറ്റാണ് ഇടിയും കിടന്നു. പിന്നെ ഓടാൻ നിൽക്കുമ്പോൾ ഒരു ഇതായിരിക്കും, എന്ത് പ്രതീക്ഷയാണ്. പിന്നെ അങ്ങനെ കുറെ ഇതുണ്ട്. മത്സരാർത്ഥികൾ കളത്തിലിറങ്ങിയാൽ പിന്നെ നോട്ടം പോകേണ്ടത് ഗാലറിയിലേക്കാണ്. അവസാന നിമിഷവും നെഞ്ചിലെ ആവനാഴിയിലേക്ക് വാശിയുടെയും ആത്മവിശ്വാസത്തിന്റെയും ദിവ്യാസ്ത്രങ്ങൾ പകർന്നു നൽകുന്ന ദ്രോണാചാര്യന്മാർ. ചുവട് പിഴയ്ക്കാതെ, ഏകാഗ്രത നഷ്ടപ്പെടാതെ ഒന്നാമനായി പൊന്നുമക്കൾ വരണേ എന്ന പ്രാർത്ഥനയോടെ അവിടെയുമുണ്ട് ചില മുഖങ്ങൾ. സമ്മാനം കിട്ടിയവർക്കാണെങ്കിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാവും. കഴിഞ്ഞ സ്റ്റേറ്റ് ഗോൾഡാണ് ഇതില്, ലോങ് ജമ്പിൽ സബ് ജൂനിയർ വിഭാഗം നാഷണൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെവർക്ക് കൂടുതൽ ടെൻഷൻ വരും. അവളിത്തവണ സീനിയറാണ്, അപ്പം അതിൻ്റെതായ ഒരു ഇത് വന്നിട്ടുണ്ട്. സമയമെടുത്തു. ഇനി അങ്കത്തട്ടിലേക്കാണ്. മാസങ്ങളുടെയും വർഷങ്ങളുടെയും കാത്തിരിപ്പും കഷ്ടപ്പാടും. വെയിലും മഴയും വകവയ്ക്കാതെ ആ ഇത്തിരിപ്പൊന്നെന്ന മോഹത്തിലേക്കാണ് ഇനി കുതിപ്പ്. ഒരു മത്സരം അതേതുമായിക്കൊള്ളട്ടെ, കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മുന്നിലുണ്ടാവുക വിജയികൾ മാത്രമാവുമല്ലേ. പക്ഷേ ഈ മത്സരത്തിനു മുൻപ് ഇവരുടെയൊക്കെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആശങ്ക നിറഞ്ഞ, ആത്മവിശ്വാസം നിറഞ്ഞ, ഭയം നിറഞ്ഞ മുഖം. അവരെ ഓർത്തുകൊണ്ട് ഗാലറിക്ക് വെളിയിലിരിക്കുന്ന അധ്യാപകരും മാതാപിതാക്കളും. അങ്ങനെ ചില മുഖങ്ങളെയാണ് ഇന്ന് കാട്ടാൻ ആഗ്രഹിച്ചത്. സജികുമാറിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.